ചേച്ചി ചേച്ചി പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. പാറുവിനും ഗിരിക്കും നല്ല അസല് വിരുന്ന് തന്നെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. സന്തോഷായില്ലേ? അവർക്ക് വിരുന്ന് കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ലെങ്കിലും ആ ചടങ്ങ് ഭംഗിയായിട്ട് നടക്കുന്നു എന്നറിഞ്ഞപ്പോ മനസ്സിനൊരു സമാധാനം. നമുക്ക് കൂട്ടിരുന്നാലോ? ഇവര് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇരുന്നാ മതിയെന്ന് അച്ഛൻ പറഞ്ഞത്. അത് നമ്മളും കൂട്ടിരുന്ന എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അത് അച്ഛനോട് ചോദിക്കാം. അച്ഛാ ചേട്ടൻ ചോദിക്കുന്നു ചേട്ടനോട് കഴിക്കാൻ ഇരുന്നോട്ടേന്ന്. എന്താടാ നിനക്ക് പൊണ്ണായിരിക്കണോ? വേണ്ട വേണ്ട, നമുക്ക് സാവകാശം ഇരുന്നാ പോരെ. ശശിയേട്ടാ, പിള്ളേരും കൂടെ ഇരുന്നോട്ടെ. സ്ഥലമില്ലെങ്കിൽ പാവിരിച്ചിട്ട് എല്ലാവർക്കും കൂടെ നിലത്തിരിക്കാം. അതൊന്നും വേണ്ട. ആദ്യം അതിഥികൾക്ക് കൊടുത്തിട്ട് വീട്ടിലുള്ളവർ കഴിച്ചാൽ മതി. അതെ, അതാണ് വേണ്ടത്. നീയേ വെറുതെ നിൽക്കുന്നോണ്ടാ ആഹാരം കഴിക്കാൻ തോന്നുന്നേ. നീ വന്നാ ചോറ് വിളമ്പിക്കേ. വാ വാ, ഇവിടെ വാടാ. കുറച്ച് മതി. ഇത് കൊണ്ടുപോയി വിളമ്പ്. നമ്പോലിന് പണി കിട്ടി. മര്യാദയ്ക്ക് കിട്ടി. എടാ നോക്കി നിൽക്കുന്ന ചോറ് വിളമ്പടാ. ഇവന്റെ ഒരു കാര്യം. ചോറിടിവിടെ. മതിയോ കുഞ്ഞി? പാറുവിന്റെ അമ്മ വിളമ്പി തരുന്നത് പോലെ വേണം രണ്ടാളും ഈ വിരുന്നുണ്ടത്. അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോ പാറുവിന് വിഷമായെന്ന് തോന്നുന്നല്ലോ. ഈ സങ്കടമൊക്കെ മാറും മോളെ. നിങ്ങൾക്കൊരു കുട്ടിയാവട്ടെ. അപ്പോ പാപ്പയുടെ ഈ ദേഷ്യമൊക്കെ തണുക്കും. കുഞ്ഞിന്റെ മുഖം കാണുമ്പോ എല്ലാം മറന്ന് പപ്പേട്ടൻ തുറന്ന മനസ്സോടെ നിങ്ങൾ സ്വീകരിക്കും. പറഞ്ഞത് കേട്ടല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിക്കാല് കാണാൻ നോക്കണം രണ്ടുപേരും, കേട്ടോ? ഇങ്ങനെ പരസ്പരം നോക്കിയിരിക്കാതെ രണ്ടാളും കഴിച്ചേ. എനിക്ക് മീൻ വെക്കട്ടെ? മീൻ വേണോ മോളെ? വേണ്ട. ആറ് കഴിക്കും. പായസം 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 അഗ്രിയേട്ടാ. ആ കഴിച്ചോ. ചേച്ചി ഒഴിക്കട്ടെ? കുറച്ച് മതി. ആ കുറച്ച്. മതി മതി. കുഞ്ഞി പായസം എനിക്ക് പായസം തന്നില്ല. നീ എന്താടാ രശ്മിക്ക് പായസം കൊടുക്കാത്തെ? അവക്ക് പായസം വിളമ്പിക്കേ. അയ്യേ, ചോറിന്റെ പുറത്താണ് പായസം വെച്ചേ.
അവൾ എന്നെ കളിയാക്കി ചിരിക്കുന്നുണ്ടല്ലേ? ഇങ്ങനെ കഴിച്ചാൽ മതി. ഉണ്ണി നീ തല്ലി മേടിക്കും കേട്ടോ. അത് സാരമില്ല ലീലേച്ചി, ഞാൻ ഇങ്ങനെ തന്നെ കഴിച്ചോളാം. എല്ലാം വയറ്റിലേക്ക് തന്നെയല്ലേ പോകുന്നത്. അയ്യോ ഓ പഴം. ചേച്ചി ചേച്ചി പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. പാറുവിനും ഗിരിക്കും നല്ല അസല് വിരുന്ന് തന്നെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. സന്തോഷായില്ലേ? അവർക്ക് വിരുന്ന് കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ലെങ്കിലും ആ ചടങ്ങ് ഭംഗിയായിട്ട് നടക്കുന്നു എന്നറിഞ്ഞപ്പോ മനസ്സിനൊരു സമാധാനം. പാർവതി എന്തു പറയുന്നു? അവള് നല്ല സന്തോഷത്തിലാ ഭാഗ്യേച്ചി. ഗിരിയും പാറും പെങ്ങന്മാരും കൂടെ വിരുന്നിന് വന്നത്. പെങ്ങന്മാര് പാറുവിനെ കൈവെള്ളയിലാ കൊണ്ടു നടക്കുന്നത്. ഗിരിക്കും അവന്റെ അനിയത്തിമാർക്കും പാറുവിനോടുള്ള സ്നേഹം എനിക്ക് നന്നായി അറിയാം. അവരായിട്ട് ഒരിക്കലും പാറുവിനെ ഒരു തരത്തിലും വിഷമിപ്പിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാ. ഒരു കണക്കിന് ആ ഇന്ദ്രനുമായിട്ടുള്ള കല്യാണം നടക്കാതിരുന്നത് നന്നായി ഭാഗ്യേച്ചി. അവന്റെ കൂടെങ്ങാനും പാറുവിനെ കെട്ടിച്ചിരുന്നെങ്കിൽ ഈ സന്തോഷമൊന്നും പാറുവിന് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ലായിരുന്നു ഭാഗ്യേച്ചി. ശരിയാ, ഇന്ദ്രനുമായിട്ടുള്ള വിവാഹം നടന്നെങ്കിൽ പാറുവിന് എന്നും വിഷമിച്ചു കഴിയേണ്ടി വന്നേനെ. ഗിരിയുടെ കയ്യില് പാറുവിന്റെ ജീവിതം ഭദ്രാ ഭാഗ്യേച്ചി. എന്നിട്ട് പിണക്കവും വൈരാഗ്യവും ഒക്കെ മറന്ന് പപ്പേട്ടനെ കൊണ്ട് ഗിരിയേം പാറുവിനെ അംഗീകരിപ്പിക്കണം. ഞാൻ ശ്രമിക്കല്ലേ? പപ്പേട്ടൻ അതിന് വഴങ്ങുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഭാഗ്യേച്ചി ശ്രമിച്ചു നോക്കൂ. അല്ല, ഫോണ് പാറുവിന് കൊടുക്കണോ? ഇപ്പൊ വേണ്ട, അദ്ദേഹം ഇവിടെയുണ്ട്. കണ്ടോണ്ട് വന്ന പ്രശ്നമാവും. ഞാൻ പിന്നീട് വിളിക്കാം. ആ ശരി. എടത്തിയമ്മേ വാ, നമുക്ക് അവിടെ നിന്ന് കളിക്കാം. വാ. എല്ലാവരുടെ മുമ്പിലും ചിരിച്ചു കളിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും എനിക്കൊരു മനസ്സമാധാനമില്ല ശശിയേട്ടാ. അമ്മാവനോട് ഞാൻ കാണിച്ചത് വലിയ ചതി തന്നെയാണ്. എന്റെ മനസ്സ് വല്ലാത്ത അവസ്ഥയിലാണ്. സംഭവിച്ചു പോയില്ലേ ഗിരി, എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്ക്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടാവും. ശശിയേട്ടാ, അങ്ങനെ വിധിയാണെന്ന് പറഞ്ഞ് സമാധാനിക്കാൻ പറ്റില്ല.